ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ, വി.ഡി. സതീശൻ ഒരു ടീം കോൺഗ്രസ് എന്ന രീതിയിൽ അവതരിപ്പിക്കാനായിരുന്നു ആദ്യം മുതലേ വി.ഡി. സതീശൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കെ.സി. വേണുഗോപാൽ പക്ഷം ചേരുകയും വി.ഡി. സതീശനെതിരെ പ്രത്യക്ഷത്തിൽ രംഗത്ത് വരികയും ചെയ്തു. നാം അത് കണ്ടത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്താണ്. പരസ്യമായി തന്നെ തള്ളിപ്പറയുന്നു വി.ഡി. സതീശൻ പി.വി. അൻവറെ. ആ പി.വി. അൻവറെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെല്ലുന്നത് ഷാഫി പറമ്പിലിൻ്റെ കാറിലാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസോടൊപ്പം നിൽക്കണം എന്ന് പറഞ്ഞ് പി.വി. അൻവറെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് കെ.സി. വേണുഗോപാലിൻ്റെ ദൂതനായി. അന്നു മുതൽ വി.ഡി. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി പറമ്പിലിനെയും മാറ്റി നിർത്തുകയായിരുന്നു. അത് വളർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാകുന്ന അവസ്ഥയിലെത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരസ്യ പ്രസ്താവന നടത്തിയ യുവനടി വി.ഡി. സതീശൻ്റെ അടുത്ത ആളാണ്. ഞാൻ അച്ഛനെ പോലെ കാണുന്ന ആളാണ് വി.ഡി. സതീശൻ എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് യുവനടി. എന്ന് വെച്ചാൽ ഈ വെളിപ്പെടുത്തലിന് പിറകിൽ വി.ഡി. സതീശനാണ് എന്ന് അന്ന് തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയായിരുന്നു. പിന്നീട് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിനെയും ഒതുക്കുക എന്നത് വി.ഡി. സതീശൻ്റെ ലക്ഷ്യമായിരുന്നു. കോൺഗ്രസിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന നേതാവായി ഷാഫി പറമ്പിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന ഇടപെടൽ അത് വലിയ ചർച്ചയാകുന്നു. അങ്ങനെ കോൺഗ്രസിൽ പിടിമുറുക്കാൻ ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം തിരിച്ചറിഞ്ഞ വി.ഡി. സതീശൻ ഒതുക്കുന്നുണ്ട് ഷാഫി പറമ്പിലിനെ. പക്ഷേ ഷാഫി പറമ്പിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന രീതിയിൽ കെ.സി. വേണുഗോപാലിൻ്റെ സംരക്ഷണയിൽ കഴിയുകയാണ്. അതിനിടയിലാണ് കുറ്റ്യാടിയിലെ സംഭവം ഉണ്ടാകുന്നത്. വി.ഡി. സതീശനാണ് ജാഥാ ലീഡർ. സ്വാഭാവികമായും ജാഥാ ലീഡർ സ്റ്റേജിലെത്തിയാൽ പ്രസംഗിക്കുക ജാഥാ ലീഡറായിരിക്കും. അദ്ദേഹത്തിന് അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോകാനുണ്ട്. അതിനു മുമ്പേ പ്രസംഗിക്കണമെന്ന് വാശി പിടിച്ചത് എന്തിന് ഷാഫി പറമ്പിൽ? അതാണ് കുറ്റ്യാടിയിലെ സ്റ്റേജിലുണ്ടായ സംഘർഷത്തിന് കാരണം. ഇപ്പോഴിതാ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു ഷാഫി പറമ്പിലിന് എതിരെ. കുറ്റ്യാടിയിൽ ഷാഫി പറമ്പിൽ ആത്മസംയമനം പാലിക്കണമായിരുന്നു, തെറ്റായിപ്പോയി എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കേൾക്കാം. അവിടുത്തെ എം പിയാണ് ശ്രീമാൻ ഷാഫി. അദ്ദേഹത്തിന് ഒരവസരം നിഷേധിക്കപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായി. സത്യത്തിൽ അങ്ങനെയല്ല. അധ്യക്ഷൻ വടകര എം പി ക്ഷണിക്കുന്നതിന് പകരമായിട്ട് കോഴിക്കോട്ട് എം പിയെ ക്ഷണിച്ചു പോവുകയുണ്ടായി. അത് കഴിഞ്ഞ് രണ്ടാമതും വിളിച്ചിരിക്കുന്നത് കുറ്റ്യാടിയിൽ നിന്ന് പണ്ട് മത്സരിച്ച് വിജയിച്ച ശ്രീമാൻ പാറക്കൽ അബ്ദുള്ളയായിരുന്നു. അതും അദ്ദേഹത്തിൻ്റെ മനസ്സിന് പ്രയാസം തോന്നുകയുണ്ടായി. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ പെട്ടെന്ന് പ്രകോപിതനായെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ശാന്തനാവുകയുണ്ടായി. പക്ഷെ ഇത്രയധികം ചാനലുകൾ ഉള്ള കാര്യം അദ്ദേഹം മറന്നുപോയി. അത്തരമൊരു സദസ്സിൽ വെച്ച് അദ്ദേഹത്തിന് പ്രകോപനം ഉണ്ടാകാൻ പാടില്ലായിരുന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു സൂചനയാണ്. കേരളത്തിലെ കോൺഗ്രസിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചന. കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്, UDF ഒറ്റക്കെട്ടാണ് എന്ന പ്രതീതി ജനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് മാധ്യമങ്ങൾ വലിയ സഹായം UDFന് ചെയ്തു കൊടുക്കുന്നുമുണ്ട്. എന്നാൽ സത്യം അതാണോ അല്ല എന്നാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തു വരുന്ന വിവരങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സണ്ണി ജോസഫിനെ മാറ്റാൻ വി.ഡി. സതീശൻ ഒരു നീക്കം നടത്തുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ദില്ലിയിലാണ്. ഹൈക്കമാൻഡ് നേതാക്കളുമായി ചർച്ച നടത്താനാണ് പോയിരിക്കുന്നത്. മത്സരിക്കാൻ തയ്യാറാണ് നിയമസഭയിലേക്ക്. പേരാവൂരിൽ മത്സരിച്ചാൽ, സണ്ണി ജോസഫ് മത്സരിച്ചാൽ മാത്രമേ ജയിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് സണ്ണി ജോസഫ് അവിടെ മത്സരിച്ചേ തീരൂ എന്ന് പറയുന്നു വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ. എന്തിനു വേണ്ടി? KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സണ്ണി ജോസഫിനെ മാറ്റണം. സണ്ണി ജോസഫ് കെ.സി. വേണുഗോപാലിൻ്റെ ആളാണ്. കെ.സി. വേണുഗോപാൽ തന്നെയാണ് സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റ് ആക്കുന്നത്. അതുകൊണ്ട് കെ.സി. വേണുഗോപാൽ എന്തു പറയുന്നു അത് തന്നെയാണ് സണ്ണി ജോസഫ് നടപ്പാക്കുക. അത് വി.ഡി. സതീശന് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. വി.ഡി. സതീശൻ്റെ നോമിനിയെ KPCC പ്രസിഡന്റ് ആക്കണം. അതിനുവേണ്ടി KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സണ്ണി ജോസഫിനെ മാറ്റണം. അതിനാണ് മത്സരിച്ചേ തീരൂ
എന്ന നിലപാടിലേക്ക്, സിറ്റിംഗ് MLA-മാർ എല്ലാവരും മത്സരിക്കണം എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തെ എത്തിക്കാൻ ശ്രമിക്കുന്നത് VD സതീശനും കൂട്ടരും. നേരത്തെ കെ സുധാകരന്റെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. കെ സുധാകരനെ മത്സരിപ്പിച്ചത് എന്തിനാണ്? കണ്ണൂരിൽ ഞാൻ മത്സരിക്കുന്നില്ല, KPCC പ്രസിഡന്റായി തുടർന്നുകൊള്ളാം എന്ന് പറഞ്ഞ കെ സുധാകരനെ സിറ്റിംഗ് MP-മാർ മുഴുവൻ മത്സരിക്കണം, കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിച്ചാൽ മാത്രമേ ജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് മത്സരിപ്പിച്ചത് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ്. പക്ഷേ അദ്ദേഹം കുറച്ചു കാലം കൂടി പിടിച്ചു നിന്നു. അവസാനം അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത് നാം കണ്ടതാണ്. അതേ വഴിയിലൂടെ സണ്ണി ജോസഫിനെ പുറത്താക്കാനുള്ള, KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. എന്നാൽ സണ്ണി ജോസഫ് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് MLA സ്ഥാനത്തേക്ക് മത്സരിക്കും, നിയമസഭയിലേക്ക് മത്സരിക്കും എന്ന്. അത് നടക്കുമോ ഇല്ലയോ എന്നത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ. പക്ഷേ കോൺഗ്രസിനകത്ത് തമ്മിലടി ആരംഭിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. ഈ തമ്മിലടി മാത്രമാണോ? കുറച്ചു കാലമായി കേരളത്തിൽ സജീവമായിട്ടുണ്ട് KC വേണുഗോപാൽ. എന്താണ് KC വേണുഗോപാലിന്റെ മനസ്സിലിരിപ്പ്? UDF എങ്ങാനും ജയിച്ചു വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഞാൻ തന്നെയാണ് എന്ന് സ്ഥാപിക്കുക. അതിനുവേണ്ടിയാണ് KC വേണുഗോപാൽ ശ്രമിക്കുന്നത്. KC വേണുഗോപാലിനോട് ഹൈക്കമാൻഡിന് താല്പര്യമുണ്ട്. ഹൈക്കമാൻഡിന് പ്രിയപ്പെട്ട ആളാണ് KC വേണുഗോപാൽ. VD സതീശനോട് അത്ര താല്പര്യമില്ല. പിന്നീട് താല്പര്യമുള്ളത് രമേശ് ചെന്നിത്തലയോടാണ്. അതുകൊണ്ട് തന്നെ KC വേണുഗോപാൽ, അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തല UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയാകും എന്ന നിലപാട് ഏതാണ്ട് കോൺഗ്രസ് നേതാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. VD സതീശൻ എന്തു തന്നെയായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ സാധ്യത വളരെ വളരെ കുറവാണ്. UDF ജയിച്ചാൽ തന്നെ ആ സംഘർഷവും കോൺഗ്രസിനകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ UDF-നകത്ത് വലിയ സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിനകത്ത് അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.